തൃശൂർ രാമനിലയത്തിലെത്തിയ ഗവർണറെ കരിങ്കൊടി കാണിക്കാനെത്തിയ 6 യുവാക്കളെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. ഗവർണറുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പരിശോധന ശക്തമാക്കി പോലീസ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം ജില്ലയിൽ പൂർണ്ണം. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു വിഭാഗം ഹോട്ടലുകളും മെഡിക്കൽ ഷോപ്പുകളും അടച്ചിട്ടത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. അത്താണി വ്യവസായ പാർക്കിലെ കരിയോയിൽ സംസ്കരണ യൂണിറ്റിൽ വൻ തീപിടുത്തം. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ ഫോറസ്റ്റ് വാച്ചർമാരുടെ നിർത്തിയിട്ടിരുന്ന 3 സ്കൂട്ടറുകൾ കത്തിനശിച്ചു. മരോട്ടിച്ചാലിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. വെള്ളിക്കുളങ്ങര കരിക്കാട്ടോളി പ്രദേശത്ത് പുലിയിറങ്ങിയതായി അഭ്യൂഹം. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ രാമനിലയത്തിലെത്തിയ ഗവർണറെ കരിങ്കൊടി കാണിക്കാനെത്തിയ 6 യുവാക്കളെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തു. SFI പ്രവർത്തകർ ഗവർണറെ വ്യാപകമായി കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. തൃശൂർ ടൗൺഹാൾ പരിസരത്തു നിന്നാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ടൗൺഹാളിൽ പോലീസ് പരിശോധന നടത്തി. ഗവർണറുടെ സന്ദർശനത്തെ തുടർന്ന് പോലീസ് പരിശോധന കർശനമാക്കി. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടികൾ ഗവർണർ പങ്കെടുക്കും. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ കടയടപ്പ് സമരം ജില്ലയിൽ പൂർണ്ണം. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു വിഭാഗം ഹോട്ടലുകളും മെഡിക്കൽ ഷോപ്പുകളും അടച്ചിട്ടത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. തൃശൂർ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറമെ ഗ്രാമപ്രദേശങ്ങളിലെ കടകളും അടഞ്ഞുകിടന്നു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ കീഴിലുള്ള ഹോട്ടലുകളാണ് അടച്ചിട്ടത്. അതേസമയം ഭരണപക്ഷ അനുകൂല സംഘടനയായ വ്യാപാരി വ്യവസായ സമിതിയുടെ കീഴിലുള്ള വ്യാപാരികൾ കടയടപ്പ് സമരത്തിൽ പങ്കെടുത്തില്ല. 29 ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നടത്തിയ വ്യാപാര സംരക്ഷണ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. അത്താണി വ്യവസായ പാർക്കിലെ ഓയിൽ സംസ്കരണ യൂണിറ്റിൽ തീപിടുത്തത്തിൽ സമീപത്തെ കോട്ടിംഗ് പൌഡർ യൂണിറ്റിലും നാശനഷ്ടമുണ്ടായി. ഓഫീസിലെ AC-യും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. ഏകദേശം 60 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ ഫോറസ്റ്റ് വാച്ചർമാരുടെ 3 സ്കൂട്ടറുകൾ കത്തിനശിച്ചു. മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ റിസർവ് ഫോറസ്റ്റ് വാച്ചർ ഐ നിഖിൽ, താൽക്കാലിക വാച്ചർമാരായ KS ഷൈജു, VU ജയൻ എന്നിവരുടെ സ്കൂട്ടറുകളാണ് കത്തിനശിച്ചത്. കാട്ടാനശല്യത്തെ തുടർന്ന് സ്ഥലത്തെത്തിയതായിരുന്നു ഫോറസ്റ്റ് വാച്ചർമാർ. കുതിരവളവിലെ തോട്ടത്തിന് സമീപമായിരുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത്. വനാതിർത്തിയിലെ ഫയർലൈൻ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് പോയി മടങ്ങിയെത്തിയപ്പോഴാണ് സ്കൂട്ടറുകൾ പൂർണ്ണമായും കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീകെടുത്തിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവിലാമലയിൽ കാടുമൂടി കിടന്നിരുന്ന 2 ഏക്കറോളം സ്ഥലം കത്തിനശിച്ചു. പട്ടിപ്പറമ്പ് പുനർജനി ഗാർഡൻസിലാണ് തീപിടുത്തമുണ്ടായത്. ആലത്തൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാഗിൻ, ലീഡിംഗ് ഫയർമാൻ RO ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മരോട്ടിച്ചാലിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. മരോട്ടിച്ചാൽ സ്വദേശികളായ ആശാരിക്കുടിയിൽ ജോർജ് കുട്ടി, മാളിയേക്കൽ വീട്ടിൽ ഷാജു, നെടിയാനിക്കുടിയിൽ വിൽസൺ, വടക്കാഞ്ചേരി വീട്ടിൽ സാജൻ എന്നിവർക്കും വഴിയാത്രക്കാരനുമാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ ജോർജ് കുട്ടിയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും ഷാജു, വിൽസൺ എന്നിവരെ ജില്ലാ ജനറൽ ആശുപത്രിയിലും സാജനെ വെട്ടുകാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചു.
ജോർജ് കുട്ടിയുടെ പറമ്പിലെ തേനീച്ചക്കൂട്ടിൽ നിന്നാണ് ഇവർക്ക് കുത്തേറ്റത്. പറമ്പിൽ പണിക്ക് വന്ന ഷാജുവിനെയും ഉടമ ജോർജ് കുട്ടിയെയും തേനീച്ചകൾ ആക്രമിക്കുകയായിരുന്നു. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ എത്തിയവരെയും തേനീച്ചകൾ ആക്രമിച്ചു. സമീപത്തെ വഴിയിലൂടെ പോയവർക്കും തേനീച്ച കുത്തേറ്റു. വെള്ളിക്കുളങ്ങര കരിക്കാട്ടോളി പ്രദേശത്ത് പുലിയിറങ്ങിയതായി അഭ്യൂഹം. റോഡരികിലുള്ള സ്വകാര്യ പറമ്പിൽ പുലിയെ കണ്ടതായാണ് പരിസരവാസികൾ പറയുന്നത്. ഇവിടെയുള്ള പറമ്പിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പുലിയുടെ സാന്നിധ്യമുള്ളതായി വാർത്ത പറയുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. പുലർച്ചെ ടാപ്പിംഗ് ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ ഭയാശങ്കയിലുള്ളത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീടിന് സമീപം പുലിയെ കണ്ടതായി വീട്ടമ്മയായ സുലേഖ പറഞ്ഞു. 6:15 ഇപ്പോഴാണ് ഇത് വന്നേ. ഞാൻ ഇവിടെ കോഴികൾ പറക്കണ കണ്ടപ്പോൾ നോക്കിയപ്പോൾ പുലിയാണ് പോണത് കണ്ടത്. അത് ഈ മതിൽ ചാടി കടന്നു പോയത്. പിന്നെ ഇന്നലെ 6:15 ഇപ്പോൾ വീണ്ടും വന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പുലിയെ വീടിന്റെ പരിസരത്ത് കണ്ടതായി മറ്റു ചില വീട്ടമ്മമാരും പറയുന്നുണ്ട്. പുലിപ്പേടിയിൽ കഴിയുന്ന പ്രദേശവാസികളുടെ ആശങ്കയകറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മലയോര കർഷക സംഘടന ഭാരവാഹിയായ ജോബിൽ വടാശ്ശേരി ആവശ്യപ്പെട്ടു. ഇപ്പം നമ്മുടെ വെള്ളിക്കുളങ്ങര പരിസരത്ത് 3-4 ദിവസങ്ങളിലായിട്ട് പുലിയെ പല സ്ഥലത്തുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളിവിടെ ഭീതിയിലാണ്. പല സ്ഥലത്തും ഇവിടെ പുലി ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ, പല ആൾക്കാരും വെട്ടാൻ വന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും ആരെങ്കിലും വീഡിയോ ഫോട്ടോ ഒന്നും ഇല്ലാത്ത കാര്യം കൂടെ നമുക്ക് ഇന്നതാണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്തായാലും ജനങ്ങളുടെ പേടി മാറ്റി കൊടുക്കേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അതുപോലെ ഇവിടെ ജീവന സ്വത്തിന് സംരക്ഷണ പോലീസുകാരുടെയും ഉത്തരവാദിത്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം വെള്ളിക്കുളങ്ങര കരിക്കാട്ടോളി പ്രദേശത്ത് കടുവയെ കണ്ടതായി സമൂഹമാധ്യമങ്ങളിൽ വാർത്ത പരക്കുന്നുണ്ട്. എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്നാണ് വനപാലകർ പറയുന്നത്. TCV കൊടകര. ചറവല്ലൂരിൽ ചന്ദനക്കുടം നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞു. ആനപ്പുറത്തുനിന്ന് വീണയാൾക്ക് നിസ്സാര പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. നേർച്ചയുടെ ഭാഗമായി കാഴ്ചകളുടെ വരവിനിടെയാണ് ആനയിടഞ്ഞത്. പുല്ലൂട്ട് കണ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പാപ്പാന്മാർ ആനയെ തളച്ചു. മച്ചാട് തിരുവാണിക്കാവ് പ്രതിഷ്ഠാ ദിനവും മാമാങ്കം കൂറയിടൽ ചടങ്ങും ഭക്തി നിർഭരമായി. പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചലച്ചിത്രതാരം പത്മശ്രീ ജയറാമും ചേർന്ന് അവതരിപ്പിച്ച പഞ്ചാരിമേളം ആസ്വദിക്കാനായി വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത്. 100ഓളം കലാകാരന്മാർ മേളത്തിൽ പങ്കെടുത്തു. മാമാങ്കത്തിന് മുന്നോടിയായി കാവ് കൂറയിടൽ ചടങ്ങ് നടന്നു. മാമാങ്കം നടത്തിപ്പ് തട്ടകദേശമായ പനങ്ങാട്ടുകര കലുംപാടത്തു നിന്ന് രാവിലെ സ്ത്രീകൾ ഉൾപ്പെടെ ആർപ്പുവിളികളോടെ എത്തിച്ച പച്ചമുള ദേശത്തെ തച്ചൻ വിനീഷിന്റെ നേതൃത്വത്തിൽ കീറി അലകുകളാക്കി പടിരൂപത്തിൽ നിർമ്മിച്ച് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥാപിച്ചു. കുമരിയിൽ അച്യുതമാരാർ, പലശന സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടപ്പുര പഞ്ചവാദ്യം നടന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണി ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള കൊടിയേറ്റം വ്യാഴാഴ്ച നടക്കും. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ആനന്ദനും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. പട്ടും താലിയും സമർപ്പിക്കുന്നതോടെ ക്ഷേത്രത്തിലെ ആൽമരങ്ങളിലും പന്തലുകളിലും കൊടിക്കൂറകൾ ഉയരും. മീനമാസത്തിലെ അശ്വതി നാളിലാണ് ചരിത്ര പ്രസിദ്ധമായ അശ്വതി കാവ് തീണ്ടൽ. ഭരണി നാളിലെ വെന്നിക്കൊടി നാട്ടലോടെ മീനഭരണി മഹോത്സവം സമാപിക്കും. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേലയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 4 ദിവസങ്ങളിലായാണ് വേല ആഘോഷിക്കുന്നത്. വേലൂർ ദേശക്കുതിരയുടെ തല ഘടിപ്പിക്കുന്നതോടെ നാദവർണ്ണ വിസ്മയം പെയ്തിറങ്ങുന്ന കുതിരവേലയ്ക്ക് ആരംഭമാകും. വെള്ളിയാഴ്ച അശ്വതി നാളിൽ രാവിലെ നടക്കൽ പറവെപ്പ്, വിശേഷാൽ പൂജ, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം വൈകുന്നേരം 5 മണിയോടെ വേലൂർ വടക്കുമുറി കുതിരപ്പറമ്പിൽ നിന്നും വേലൂർ ദേശക്കുതിര എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വേലൂപ്പറമ്പിൽ അയ്യപ്പന്റെ നേതൃത്വത്തിൽ കാളി, മൂക്കാൻ ചാത്തൻ തുടങ്ങിയ അവകാശവേലയും ദേശക്കുതിരയെ അനുഗമിക്കും. സന്ധ്യയ്ക്ക് വേലൂർ ദേശക്കുതിര കാവ് കയറുന്നതോടെ മറ്റു കുതിരകളും ക്ഷേത്രത്തിലെത്തും. ഭരണിവേലയിൽ വിവിധ ദേശക്കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തും. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തും. രാത്രി 10-ന് 101 കലാകാരന്മാർ അണിനിരക്കുന്ന പ്രസിദ്ധമായ അരിപ്പറമേളം ആരംഭിച്ച് പുലർച്ചെ 1 മണിക്ക് സമാപിക്കും. തയ്യൂർ ദേശക്കുതിര ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ഫാൻസി വെടിക്കെട്ട് നടക്കും. കാർത്തികവേലയിൽ കാലത്ത് മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടാകും. ചടങ്ങുകൾക്ക്
ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനാകും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. TCV എരുമപ്പെട്ടി. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്കായി കഴിഞ്ഞ ഭരണസമിതിയുടെയും നിലവിലെ ഭരണസമിതിയുടെയും കാലത്ത് നടത്തിയ യാത്രകളുടെ വിശദാംശങ്ങൾ മേയർ വ്യക്തമാക്കണമെന്ന് നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയേൽ ആവശ്യപ്പെട്ടു. യാത്ര നടത്തിയതിനു ശേഷം ഇതിന്റെ ചെലവുകൾ അംഗീകരിക്കാനുള്ള അജണ്ട മാത്രമാണ് കൌൺസിൽ മുൻപാകെ വരുന്നത്. ഇത് പര്യാപ്തമല്ല. യാത്രകളുടെ ഗുണഫലങ്ങളും കൌൺസിൽ മുൻപാകെ വെച്ച് ചർച്ച ചെയ്യണം. യാത്രകൾ നടത്താൻ താൽപര്യം കാണിക്കുന്നവർ പിന്നീട് അതിന്റെ ഫലത്തെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. കോർപ്പറേഷൻ ഖജനാവിൽ നിന്നും പണം ഉപയോഗിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നിരന്തരം പോകുന്നവർ ഇക്കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ജാഗ്രത പുലർത്തണമെന്നും ജോൺ ഡാനിയേൽ ആവശ്യപ്പെട്ടു. മാള പഞ്ചായത്തിലെ അങ്കണവാടികളിലെ ഒഴിവിലേക്ക് നിയമനത്തിനായി ഉദ്യോഗാർത്ഥികളുടെ നീണ്ട നിര. നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ചയ്ക്ക് ആദ്യ 145 അപേക്ഷകരെയാണ് ക്ഷണിച്ചത്. അങ്കണവാടി വർക്കർ തസ്തികയിൽ 4 ഒഴിവിലേക്ക് 477 അപേക്ഷകരാണുള്ളത്. ഹെൽപ്പർ തസ്തികയിൽ 18 ഒഴിവിലേക്ക് 145 അപേക്ഷകളാണുള്ളത്. 4 ദിവസങ്ങളിലായിട്ടാണ് കൂടിക്കാഴ്ച പൂർത്തിയാക്കുന്നത്. സമൂഹത്തിൽ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള വെറുപ്പിക്കൽ നടക്കുന്നതായി സംവിധായകൻ സത്യൻ അന്തിക്കാട്. ഈ മാസം 20 മുതൽ മാർച്ച് 5 വരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ TN പ്രതാപൻ MP പര്യടനം നടത്തുന്ന വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശ യാത്രയുടെ 7 പ്രചരണ ഗാനങ്ങളുടെ പ്രകാശനം അന്തിക്കാട്ടെ സ്വന്തം വസതിയിൽ സംഗീത സംവിധായകൻ ശ്യാം ധർമ്മന് നൽകി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വെറുപ്പിന്റെ കാര്യം മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണിതെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. വ്യക്തിപരമായും സാമൂഹ്യപരമായുമുള്ള ജീവിതത്തെ ക്യാൻസറിനേക്കാൾ ബാധിക്കുന്നതാണ് വെറുപ്പെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായി. UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, മുൻ MLA അനിലക്കര, സുനിൽ അന്തിക്കാട്, CC ശ്രീകുമാർ, PA ഷൌക്കത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, വയലാർ ശരചന്ദ്രവർമ്മ, റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ തുടങ്ങിയവർ ചേർന്ന് രചിച്ച വരികൾക്കാണ് ശ്യാം ധർമ്മൻ ഈണം നൽകിയത്. ഈ മാസം 20 മുതൽ മാർച്ച് 5 വരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടത്തുന്ന സ്നേഹ സന്ദേശ യാത്രയിൽ ഓരോ ദിവസവും 20 കിലോമീറ്റർ ദൂരമാണ് TN പ്രതാപൻ MP കാൽനടയായി സഞ്ചരിക്കുക. ഇതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളായ റഫീഖ് അഹമ്മദും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ഹരിനാരായണനും വയലാർ ശരചന്ദ്രവർമ്മനാണ്. ശതാബ്ദി ആഘോഷിക്കുന്ന തൃശൂർ സെന്റ് ക്ലെയേഴ്സ് LP സ്കൂളിൽ പഴമയുടെ ഓർമ്മകൾ നിലനിർത്തി ചട്ടിക്കഞ്ഞി വിതരണവും അച്ചുറൊട്ടി വിതരണവും നടത്തി. 100 വർഷങ്ങൾക്ക് മുൻപ് വിശപ്പിന്റെ കാലത്ത് മുഴുപട്ടിണിയുമായി സ്കൂളിൽ വന്നിരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ചട്ടിക്കഞ്ഞിയും പാവപ്പെട്ടവരായ തൃശൂരിലെ പരിസരവാസികൾക്ക് സ്കൂളിനോട് ചേർന്നുള്ള അസീസി മഠത്തിൽ നിന്ന് റൊട്ടിയും കാലങ്ങളായി നൽകി വരുന്നു. ഇതോടെ സാധാരണക്കാരുടെ മക്കൾ പഠിച്ചിരുന്ന സെന്റ് ക്ലെയേഴ്സ് കോൺവെന്റ് സ്കൂളിനെ ചട്ടിമഠമെന്നും സമീപത്തെ അസീസി മഠത്തെ റൊട്ടി മഠമെന്നും അറിയപ്പെടാൻ തുടങ്ങി. പഴമയുടെ ഓർമ്മ നിലനിർത്താനാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന വേളയിൽ TN പ്രതാപൻ MP മുൻകൈയെടുത്ത് സ്കൂളിൽ ചട്ടിക്കഞ്ഞി വിതരണവും അച്ചുറൊട്ടി വിതരണവും സംഘടിപ്പിച്ചത്. MPയുടെ ശമ്പളത്തിൽ നിന്ന് 25,000 രൂപയോളം ചിലവിട്ടാണ് പുതിയ ചട്ടിയും അരിയും പയറും റൊട്ടിയും വിതരണത്തിനായി സ്കൂളിൽ ഒരുക്കിയത്. തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് TN പ്രതാപൻ MPക്ക് കഞ്ഞി വിളമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ മേരി റൊട്ടി വിതരണം ചെയ്തു. കുട്ടികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും വിശിഷ്ട അതിഥികൾക്കും കഞ്ഞിയും റൊട്ടിയും വിതരണം ചെയ്തു. ശതാബ്ദി ഉദ്ഘാടന വേളയിൽ പട്ടറിക്കാലത്തെ ചട്ടിമഠത്തിന്റെയും റൊട്ടി മരത്തിന്റെയും അനുഭവം മാർ ആൻഡ്രൂസ് താഴത്ത് പങ്കുവച്ചിരുന്നു. അതാണ് MPക്ക് ഇത്തരമൊരു സൽപ്രവൃത്തി ചെയ്യാൻ പ്രചോദനമായതെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും ഓർമ്മകൾ ഓർത്തെടുക്കാനാണ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് TN പ്രതാപൻ MPയും പറഞ്ഞു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തലാണിത്. വീട്ടിൽ നിന്ന് ഭക്ഷിക്കാൻ ഒന്നുമില്ലാതെ പോയിരുന്ന പലപ്പോഴും കുട്ടികൾ തൃശ്ശൂർ പ്രദേശത്തെ സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ കുട്ടികൾ പഠിച്ചിരുന്ന സ്ഥലമാണ് ഈ LP സ്കൂൾ. കഞ്ഞിയുടെ പ്രാധാന്യവും ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരും നമ്മളെ നോക്കാത്ത കാലത്ത് നോക്കാൻ ആളുകളുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും ക്രൈസ്തവ മതവും ക്രൈസ്തവ വിശ്വാസികളും ആയിരുന്നു അതിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഇന്ന് പലരും ആ നന്മയൊക്കെ മറക്കുകയാണ്. ആ നല്ല കാര്യങ്ങളെ പലരും വിസ്മരിക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ മുന്നിൽ ഇങ്ങനെ
ആണ് സമൂഹത്തിന് സേവനം ചെയ്തിട്ടുള്ളവരാണ് ഈ വിശ്വാസ സമൂഹം എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്താൻ ദൈവം നൽകിയ ഒരു അവസരമായി ഞാനിതിനെ കാണുകയാണ്. TCV ന്യൂസ് തൃശൂർ. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TG ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PM മുഹമ്മദ് ഹർഷാദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി BM സിറാജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്രകലശ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രാഭിവൃദ്ധിക്കും ചൈതന്യവർദ്ധനവിനും വേണ്ടിയാണ് എല്ലാവിധ പ്രായശ്ചിത്തങ്ങൾക്കും 8 ദിവസങ്ങളിലായി സഹസ്ര കലശം നടത്തുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി ചേന്ന ശ്രീകാന്ത് നമ്പൂതിരിപ്പാടിന് ക്ഷേത്രം മുരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നിർവഹിച്ചു. തുടർന്ന് ഗണപതി പൂജ, മുളയിടൽ എന്നിവ നടന്നു. 20-ന് 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്യുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയാകും. കലശ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ദീപാരാധന മുതൽ അത്താഴപൂജ വരെ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഭക്തർ വലിയ ബലിക്കല്ലിന് സമീപത്തു നിന്ന് ദർശനം നടത്തി. കലശവും ഉത്സവവും കഴിയുന്ന മാർച്ച് 1 വരെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല. നെയ്വിളക്ക് വഴിപാട് നടത്തി ക്യൂ നിൽക്കാതെ ദർശനം നടത്തുന്നവരുടെ എണ്ണം 20 വരെ നിയന്ത്രിക്കും. കലശ ചടങ്ങുകൾക്ക് ശേഷം 21-ന് ഉത്സവ കൊടിയേറ്റം നടക്കും. രാവിലെ ക്ഷേത്രത്തിൽ ആനയില്ലാ ശിവേലയും ഉച്ചതിരിഞ്ഞ് ആനയോട്ടവും നടക്കും. മാർച്ച് 1-ന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. വിദ്യാഭ്യാസത്തിനൊപ്പം സന്മാർഗിക ബോധം കൂടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെന്ന് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ഷെല്ലി സലേഹിൻ. മണ്ണുത്തി ചിറക്കേക്കോട് ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് തൃശൂരിന്റെ 6ാം സ്ഥാപക ദിനവും 5ാമത് വാർഷിക ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ വിദ്യാർത്ഥിയും നന്മ തിരിച്ചറിയണമെന്നും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി വിദ്യാർത്ഥികളെ വളർത്താൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വികസന കാഴ്ചപ്പാടോടുകൂടിയ മാനേജ്മെന്റിന്റെ അർപ്പണബോധവും കഠിനാധ്വാനവുമാണ് തൃശൂരിലെ ദി ഇന്റർനാഷണൽ സ്കൂളിനെ വളർച്ചയിൽ എത്തിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. Education sector is an important sector to narrow down the skill gap, to strengthen people-to-people contact, through which we can take our bilateral relation to a newer height. Public and private sector in a balanced way so that innovation is there, quality research is there. At the same time, education is open to all. TIST ഗവേണിംഗ് ബോർഡ് ചെയർമാൻ MB ജോസഫ് അധ്യക്ഷത വഹിച്ചു. ശരിയും തെറ്റും തിരിച്ചറിയാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും ഇന്റർനാഷണൽ സ്കൂളിന്റെ പുരോഗതിക്കൊപ്പം ഈ പ്രദേശവും വികസിച്ചു കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒല്ലൂർ സബ് ഡിവിഷൻ ACP മുഹമ്മദ് നദീം, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ, വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, വാർഡ് മെമ്പർ VD വിനീഷ്, പ്രിൻസിപ്പാൾ സനു ജോസഫ്, ഡയറക്ടർമാരായ കവിത വാജ്പേയി, R ശ്രീനാഥ് എന്നിവർ പങ്കെടുത്തു. അക്കാദമിക് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. നാട്ടിക മണപ്പുറത്തെ ചരിത്രത്തിന്റെ ഭാഗമാക്കിയ പ്രമുഖരിൽ ഒരാളായ വേലായുധൻ പണിക്കശ്ശേരി നവതി നിറവിൽ. അംഗീകാരങ്ങളുടെ നിറവിലെത്തിയിട്ടും വിനയത്തിന്റെ താഴ്മയാണ് വേലായുധൻ പണിക്കശ്ശേരി എന്ന ഏങ്ങണ്ടിയൂരിന്റെ സ്വന്തം ചരിത്ര ഗവേഷകന്റെ പെരുമ. ഏങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജറുമായ വേലായുധൻ പണിക്കശ്ശേരി ചരിത്ര ഗവേഷണത്തിൽ നാട്ടിക മണപ്പുറത്തെ ലോകത്തെ പരിചയപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. വിദ്യകളിൽ വേദത്തെയും മന്ത്രങ്ങളിൽ പ്രണവത്തെയും വൃക്ഷങ്ങളിൽ കൽപ്പവൃക്ഷത്തെയും പോലെയാണ് വേലായുധൻ പണിക്കശ്ശേരി എന്ന ചരിത്രകാരന്റെ മുഖമെന്നതാണ് പ്രത്യേകത. തൊഴിലെന്ന നിലയിലല്ല അദ്ദേഹം ചരിത്രരചനയിൽ വ്യാപൃതനായത്. മറിച്ച് അടങ്ങാത്ത ചരിത്രാഭിമുഖ്യവും ഒടുങ്ങാത്ത അന്വേഷണത്വരയും അദ്ദേഹത്തെ ഈ മേഖലയിൽ മികവുറ്റവനാക്കി. ചരിത്ര ഗവേഷണത്തോടൊപ്പം ജീവചരിത്രം, തൂലികാചിത്രം, ബാലസാഹിത്യം, ഫോക്ലോർ എന്നീ വിഭാഗങ്ങളിലായി 60-ലേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. ഒട്ടുമിക്ക കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട ഗ്രന്ഥങ്ങൾക്കുള്ള പാരിതോഷികങ്ങൾ ലഭിച്ചു. ഗവേഷണത്തിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ്, VS കേരളീയൻ, പ്രസാദ് രത്ന ഉൾപ്പെടെ ഒട്ടേറെ അവാർഡുകളും വേലായുധൻ പണിക്കശ്ശേരിയെ തേടിയെത്തി. കേരള, കാലിക്കറ്റ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിന്റെ 10ഓളം പുസ്തകങ്ങൾ പാഠഭാഗങ്ങളായി മാറിയെന്നതും അദ്ദേഹത്തിന്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്നു. വിശേഷണങ്ങൾക്കും അതീതനായ വേലായുധൻ പണിക്കശ്ശേരിയെ അദ്ദേഹത്തിന്റെ നവതിയുടെ ഭാഗമായി വ്യാഴാഴ്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്കൂളിൽ ആദരിക്കുമ്പോൾ നാട്ടിക മണപ്പുറം കൂടിയാണ് ആദരിക്കപ്പെടുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ.
മനക്കൊടി, വെളുത്തൂർ, അകമ്പാടം ഉൾപ്പെടെയുള്ള ഫാം റോഡുകളുടെ നിർമ്മാണത്തിനുള്ള മണ്ണുമായി വന്ന ടോറസുകൾ കൈപ്പള്ളി അകമ്പാടത്ത് സമീപവാസികൾ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പാടം നികത്തി തെങ്ങിൻ തൈകൾ വയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാരോപിച്ചാണ് വാഹനങ്ങൾ തടഞ്ഞത്. വിവരമറിഞ്ഞെത്തിയ അരിമ്പൂർ കാർഷിക വികസന സമിതി ചെയർമാനും മനക്കൊടി 9ാം വാർഡ് അംഗവുമായ കെ രാഗേഷ്, അന്തിക്കാട് SI പ്രവീൺ, ASI OJ രാജി എന്നിവർ സ്ഥലത്തെത്തി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചതിന് ശേഷം ടോറസുകളിൽ മണ്ണടിക്കുന്നതിന് അനുവാദം നൽകിയതോടെ എതിർപ്പുമായി എത്തിയവർ പിരിഞ്ഞുപോയി. 4 കോടി രൂപ ചിലവഴിച്ച് കർഷകർക്ക് ഉപകാരപ്രദമായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ഫാം റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമം കർഷക ദ്രോഹമാണെന്ന് കേരള കർഷക സംഘം അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് EK ജയപ്രകാശ്, സെക്രട്ടറി കെ രാകേഷ് തുടങ്ങിയവർ പറഞ്ഞു. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്കിന്റെ 5ാം ദിവസം പൂനെ ആസക്ത കലാമഞ്ച് അവതരിപ്പിച്ച മറാത്തി നാടകം ഘണ്ട 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 KT മുഹമ്മദ് തിയേറ്ററിൽ അരങ്ങേറി. ഗായകനായ ആദിത്യന്റെയും വക്കീലായ ഫെറോസയുടെയും ജീവിതം വർത്തമാനകാല രീതികളോട് ഇണങ്ങിച്ചേരാൻ നടത്തുന്ന ശ്രമമാണ് ഘണ്ട ഘണ്ട ഘണ്ടയുടെ പ്രമേയം. ഇറ്റലിയിലെ ഹോംബ്രെ കളക്ടീവോ അവതരിപ്പിച്ച അലെ ആർമി, ഡൽഹി മല്ലിക തനേജ തിയേറ്ററിന്റെ ഇംഗ്ലീഷ് നാടകം ഡു യു നോ ദി സോങ്, മധ്യപ്രദേശിലെ രംഗവിദൂഷക അവതരിപ്പിച്ച ഹിന്ദി നാടകം സൗദാഗർ, കാട്ടാമ്പഴിപ്പുരം നാട്യശാസ്ത്രയുടെ കോർണറിന്റെ പുനരവതരണം എന്നിവ ടൗൺഹാൾ, പാലസ് ഗ്രൗണ്ട്, ബ്ലാക്ക് ബോക്സ് വേദികളിലായി അരങ്ങേറി. സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ നാടക പ്രവർത്തകരുടെ നിറസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഇറ്റ്ഫോക്ക് വെള്ളിയാഴ്ച സമാപിക്കും. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ യോഗാസന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ തൃശൂർ പടിഞ്ഞാറേക്കോട്ട NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ TS തുളസി, 2ാം സ്ഥാനം കരസ്ഥമാക്കിയ നമിത് മിലൻ എന്നിവരെയാണ് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചത്. തൃശൂർ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A സുരേഷൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. സ്കൂളിലെ പ്രധാന അധ്യാപിക RS ഹാപ്പിമോൾ, PTA വൈസ് പ്രസിഡന്റ് CJ അമൽ, യോഗ അധ്യാപിക നിഷിത, സ്റ്റാഫ് സെക്രട്ടറി സരിത തുടങ്ങിയവർ സംസാരിച്ചു. ആഹ്ലാദ പ്രകടനവും നടന്നു. എരുമപ്പെട്ടി ആദൂർ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ ആനയിടഞ്ഞു. കൊമ്പൻ മാവേലിക്കര കുട്ടിക്കൃഷ്ണനാണ് ഇടഞ്ഞത്. ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ പാപ്പാന് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാത്രി 8:30യോടെയായിരുന്നു സംഭവം. കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടയിൽ ഇടഞ്ഞ ആന തൊട്ടടുത്തുണ്ടായിരുന്ന ആനയെ കുത്തുകയായിരുന്നു. പാപ്പാൻ കോട്ടയം സ്വദേശി ബേബിക്കാണ് പരിക്കേറ്റത്. എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ആനയെ തളച്ചു. പരിക്കേറ്റ പാപ്പാനെ എരുമപ്പെട്ടി SI ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊമ്പുകൊണ്ട് നെഞ്ചിൽ പാപ്പാൻ തട്ടുകയായിരുന്നു. പരിക്ക് സാരമുള്ളതല്ല. കൊമ്പന് മംഗലാംകുന്ന് ഉമാമഹേശ്വരനെ കുട്ടിക്കൃഷ്ണൻ കുത്തിയതിനെ തുടർന്ന് ഈ ആനയും ഇടയുകയായിരുന്നു. പിന്നീട് പാപ്പന്മാർ ചേർന്ന് ആനയെ തളച്ചു. കൊടുങ്ങല്ലൂരിൽ KSRTC സ്റ്റേഷൻ മാസ്റ്ററും മാള കരിന്തലക്കൂട്ടം നാടൻപാട്ട് സംഘത്തിന്റെ നായകനുമായ PR രമേശിന് അക്രമിയുടെ മർദ്ദനമേറ്റു. മർദ്ദനമേറ്റയാൾ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയ ആനപ്പുഴ സ്വദേശിയെ ജീവനക്കാർ തടഞ്ഞുവെച്ച് കൊടുങ്ങല്ലൂർ പോലീസിൽ ഏൽപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് അരാക്കുളത്തുള്ള ഡിപ്പോയിൽ വെച്ചായിരുന്നു സംഭവം. ഡിപ്പോയിലേക്ക് വരികയായിരുന്ന ജീവനക്കാരിയെ ശല്യപ്പെടുത്തുന്നത് കണ്ട് ഇടപെട്ട ഇദ്ദേഹത്തെ അക്രമി മർദ്ദിക്കുകയായിരുന്നു. വാണിജ്യം. കായം, വിവിധ കറി പൗഡറുകൾ എന്നിവയുടെ നിർമ്മാണ വിതരണ രംഗത്ത് തൃശൂർ ആസ്ഥാനമായുള്ള രാജ്യത്തെ പ്രമുഖ സ്ഥാപനമായ BG അസഫൊറ്റിഡ 35ാം വയസ്സിലേക്ക്. 1989 PJ ആന്റണി ചിയ്യാരത്തെ സ്വന്തം വീട്ടിൽ ചെറുകിട വ്യവസായമായി തുടങ്ങിയ കായം നിർമ്മാണ സംരംഭമാണ് ISO അംഗീകാരത്തോടെ ഇന്ത്യ മുഴുവൻ ഉപഭോക്തൃ ശൃംഖലകളുള്ള BG അസഫൊറ്റിഡയായി വളർന്നതെന്ന് പ്രൊപ്പറേറ്റർ ലിജി വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2017 വല്ലച്ചറ പഞ്ചായത്തിലേക്ക് മാറ്റി ഉൽപാദനം തുടർന്ന BG കായം
90% തൊഴിലാളികളും സ്ത്രീകളായുള്ള സ്ഥാപനമായാണ് പ്രവർത്തിക്കുന്നത്. കായം പൊടി, സാമ്പാർ പൊടി, മുളക്, മഞ്ഞൾ, ഇറച്ചി മസാലപ്പൊടികൾ, അച്ചാർ പൊടികൾ തുടങ്ങിയവ സ്വന്തം ബ്രാൻഡിൽ നിർമ്മിക്കുന്നതോടൊപ്പം മറ്റു ബ്രാൻഡുകൾക്കും കായവും പൊടിയും BG അസഫൊറ്റിഡ നിർമ്മിച്ചു നൽകുന്നു. മികച്ച വനിതാ സംരംഭകയ്ക്കുള്ള ജില്ലാ സംസ്ഥാനതല പുരസ്കാരങ്ങളും ഇതിനകം നേടിക്കഴിഞ്ഞു BG അസഫൊറ്റിഡ. മാർച്ച് 2-ന് കുരിയച്ചിറ ലേ ഗ്രാൻഡിൽ സംഘടിപ്പിക്കുന്ന 35ാം വാർഷികാഘോഷത്തിൽ ലോഗോ ലോഞ്ചിങ്ങും വനിതകൾക്കുള്ള ആദരണവും നടക്കും. CEO PA വർഗീസ്, HR മാനേജർ സ്നേഹ വർഗീസ്, ജൂഡ് വർഗീസ്, അശ്വതി ആനന്ദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ രാമനിലയത്തിലെത്തിയ ഗവർണറെ കരിങ്കൊടി കാണിക്കാനെത്തിയ 6 യുവാക്കളെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. ഗവർണറുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പരിശോധന ശക്തമാക്കി പോലീസ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം ജില്ലയിൽ പൂർണ്ണം. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു വിഭാഗം ഹോട്ടലുകളും മെഡിക്കൽ ഷോപ്പുകളും അടച്ചിട്ടത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. അത്താണി വ്യവസായ പാർക്കിലെ കരിയോയിൽ സംസ്കരണ യൂണിറ്റിൽ വൻ തീപിടുത്തം. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ ഫോറസ്റ്റ് വാച്ചർമാരുടെ നിർത്തിയിട്ടിരുന്ന 3 സ്കൂട്ടറുകൾ കത്തിനശിച്ചു. മരോട്ടിച്ചാലിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. വെള്ളിക്കുളങ്ങര കരിക്കാട്ടോളി പ്രദേശത്ത് പുലിയിറങ്ങിയതായി അഭ്യൂഹം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.